സ്വർഗീയനാദം ശ്രവിക്കുവാൻ കാതോർത്തിരിക്കുന്ന താങ്കൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രഭാതവന്ദനം. ഇന്നത്തെ ദിവസം താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹീതമായൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ധനവാനായ ഒരു മനുഷ്യന് തൻ്റെ കൃഷിയിൽ പ്രതീക്ഷിച്ചതിലും ഏറെ വിളവ് കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, അയ്യോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരല്ലോ. പിന്നെ അയാൾ തന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ച് വലിയ പണിയും, എന്നിട്ട് ധാന്യമൊക്കെയും കൂട്ടിവെക്കും. ഇനി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പക്ഷേ അന്ന് രാത്രി സ്വപ്നത്തിൽ ദൈവം അവനോട് ഇങ്ങനെ ചോദിക്കുന്നതായി അവൻ കേട്ടു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ എടുക്കാൻ പോകുന്നു. പിന്നെ നീ ഈ കൂട്ടിവെച്ചത് ആർക്കാകും? അവൻ നടുങ്ങിപ്പോയി. ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണിത്. ജീവിതത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടില്ലാത്ത ഓരോരുത്തരുടെയും കഥ ഇങ്ങനെ തന്നെയല്ലേ? നാം ഓരോരുത്തരും ഒരു നാളിൽ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നു. വളരുന്നതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും വികസിക്കുന്നു. പലതും നാം കണക്ക് കൂട്ടുന്നു, ഭാവന ചെയ്യുന്നു, അതിനായി പരിശ്രമിക്കുന്നു. പക്ഷേ ഇതെല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നു, അല്ലേ? എന്നാൽ നമ്മെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതി ദൈവത്തിനുണ്ട് എന്ന് നാം ഓർക്കേണ്ടതല്ലേ? തൻ്റെ ഇഷ്ടപ്രകാരം സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കാതിരിക്കുന്നതും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അറിയാതിരിക്കുന്നതും വിഡിത്തമല്ലേ? ആരോ പറഞ്ഞു, പണം നല്ലൊരു ദാസനാണ്, എന്നാൽ ചീത്ത യജമാനുമാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ ദാസനായിരിക്കേണ്ട പണം നമ്മുടെ യജമാനാകും. അത് അപകടമാണ്. കർത്താവ് പറഞ്ഞു, 2 യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല. മത്തായിയുടെ സുവിശേഷം 6-24 വാക്യം. ധനസമ്പാദനത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തരുന്ന മുന്നറിയിപ്പ് വളരെ ശ്രദ്ധേയമാണ്. 1 തീമോഥെയോസ് 6-9-10 വാക്യങ്ങളിൽ താൻ പറയുന്നു, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പണത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? യാക്കോബ് പറയുന്നത് ശ്രദ്ധിക്കുക. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്? യാക്കോബ് 4:13-15 വരെയുള്ള വാക്യങ്ങൾ. അതെ, ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. സകലതും തരുന്നത് ദൈവമാണ്. പണം സമ്പാദിക്കുന്നതിന് ദൈവം ഒരിക്കലും വിലക്കുന്നില്ല. പക്ഷേ ദൈവത്തെ കൂടാതെയുള്ള നേട്ടങ്ങൾ നിഷ്ഫലമാണ്. അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് കൊരിന്ത്യരോട് പറയുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നരാകും. 2 കൊരിന്ത്യർ 9:11. ഓർക്കുക, ജീവിതം പണത്തിനു വേണ്ടിയാകരുത്, മറിച്ച് പണം ദൈവത്തിനായി ജീവിക്കുവാൻ വേണ്ടിയാകണം. ദൈവവിഷയമായി സമ്പന്നനാകുവാൻ അത് നമ്മെ സഹായിക്കും. ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് സുരക്ഷിതം. അതാണ് വിജയകരമായ ജീവിതം. അതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി ഭദ്രതയും. അതുകൊണ്ട് താങ്കൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ഇന്നത്തെ പ്രാർത്ഥന 3 യോഹന്നാൻ 2 കാണുന്നത് പോലെ, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്നത്രേ. അതെ, ആത്മീയ ശുഭതയും ഭൗതിക ശുഭതയും ചേർന്ന് പോകണം. അല്ല, ആത്മീയ ശുഭത ഭൗതിക ശുഭതയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് എപ്പോഴും അനുഗ്രഹമായിരിക്കും. കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. പ്രത്യാശയുടെ പുത്തൻ പ്രഭാതത്തിൽ സ്വർഗപിതാവിന്റെ ഇമ്പസ്വരവുമായി സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. സ്വർഗത്തിലെൻ ധനം ഭദ്രം സുശോഭനം, സ്വർഗത്തിലെൻ ധനം ഭദ്രം സുശോഭനം. ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപും ഇന്ധനം, ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപും ഇന്ധനം. ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ, ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ. അനാദിനാഥനേശുവിൻ ധനം അന്യയാം ഭൂവിലെന്നാൾ, ധന്യയാം ഞാൻ ക്രിസ്തുവിൽ സദാ. അനാദിനാഥനേശുവിൻ